രാഹുൽ മാക്കുട്ടത്തിനെതിരെ ഒരു 2-3 പീഡന പരാതികൾ വന്നപ്പോഴത്തേക്കും ആ പരാതിക്കാർക്ക് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് കുറേയധികം മഹിളാ മണികൾ അല്ലെങ്കിൽ വനിതാ രത്നങ്ങൾ തന്നെ പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങി അതിശക്തമായിട്ട് അവരെ വളരെ അധികം സമൂഹത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ്, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങൾ സ്ത്രീ രത്നങ്ങളാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച് അവരുടെ മുഖം മൂടി ശരിക്കും സോഷ്യൽ മീഡിയ പൊളിച്ച് അടുക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഇപ്പോൾ മറ്റ് ചില വ്യക്തികളെ കൂടി ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിഴൽ പരാതികൾ അതിൻ്റെ ഒരു ഘോഷയാത്ര അതിപ്പോൾ രാഹുൽ മാക്കുട്ടത്തിനെതിരെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ പൊതുസമൂഹം കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് പണ്ടുകാലം മുതൽ ഇത്തരം കുറേ വൃത്തികെട്ട, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും ആ സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ട ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത്തരം ചില സ്ത്രീകളെ രംഗത്തിറക്കി കളിക്കുന്ന ഏറ്റവും നികൃഷ്ടവും നിന്ദ്യവും ആഭാസവും അശ്ലീലവുമായിട്ടുള്ള ചില കളികൾ അത് പണ്ട് കാലം പോലെ ചരിത്രങ്ങളിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. രാജാക്കന്മാരുടെ ഭരണകാലങ്ങളിലാണെങ്കിൽ തന്നെയും പ്രത്യേകിച്ച് ചതിപ്രയോഗങ്ങളിലൂടെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് ആ നാടിനെ നശിപ്പിക്കുക, ആ രാജ്യത്തെ നശിപ്പിക്കുക, ആ ഭരണത്തെ നശിപ്പിക്കുക, അതല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ഏതെങ്കിലും വ്യക്തികളെ നശിപ്പിക്കുക, ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏകദേശം അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളെ പൊതുസമൂഹം നോക്കിക്കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാഹുൽ മാക്കുട്ടം എന്ന വ്യക്തി ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നല്ല നിലയിൽ, നല്ല അഗ്രസീവായിട്ട്, നല്ല ഊർജ്ജസ്വലതയോടുകൂടി നല്ല കാര്യങ്ങൾ പഠിച്ച് പൊതുസമൂഹത്തിൻ്റെ സ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ട് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നല്ല ഊർജ്ജസ്വലനായ ഒരു നേതാവാണ്, ഒരു യുവ നേതാവാണ്. അപ്പോൾ ആ വ്യക്തിയെ ഏതെങ്കിലും രീതിയിൽ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കിയേ പറ്റൂ എന്നുള്ള ഒരു വലിയൊരു കോക്കസ്, ആ കോക്കസ് എന്ന് പറയുന്നത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. SSP എന്ന് പറയുന്ന ഒരു കോക്കസാണത്. ആരാണ് ഈ SSP എന്ന് പൊതുവെ ഒന്നുകൂടി ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് സതീശനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ തന്നെ ശരിക്കും ഉന്നതരായിട്ടുള്ള വളരെ അപൂർവമായ ചില നേതൃത്വങ്ങൾ, കാരണം അത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ, സ്വന്തം കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ചതിക്കുന്ന ഒരു വിഭാഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിലെ സതീശനിസ്റ്റുകൾ എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഈ സംഘിസ്റ്റുകളാണ്. സംഘിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും BJPയുടെ ഒരു ഘടകമാണ് സംഘിസ്റ്റുകൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് പിണറായിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ഭരണവർഗത്തിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഖത്തിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് പിണറായിസ്റ്റുകൾ. ഈ 3 വിഭാഗവും കൂടി ഒത്തുചേർന്നുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഈ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കിയേ പറ്റൂ എന്നുള്ള ഒരു ഹിജൻ അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്ന ഇത്തരം പീഡന പരാതികൾക്ക് വേണ്ടിയിട്ട് മുന്നണി പോരാളികളായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒത്താശ ചെയ്ത് രംഗത്തിറങ്ങിയിരിക്കുന്ന കുറേ സ്ത്രീ രത്നങ്ങൾ അവർ പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്, സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ടാണ്, സ്ത്രീ സൗഹൃദത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നതെങ്കിൽ പോലും ഈ സാമാന്യ നീതിബോധമുള്ള പൊതുസമൂഹം ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങളെ വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കുമ്പോൾ ഇവരിൽ നിന്നെല്ലാം വരുന്നത് ഈ ഒരു ഹിജൻ അജണ്ടയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ടും പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നതും. അവരത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തനം അത് തന്നെയാണ്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പീഡന പരാതികളെല്ലാം കംപ്ലീറ്റ് ഫ്ലോപ്പായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഓരോ പീഡന പരാതികളും ഇവരൊക്കെ ആരോപിച്ചിരുന്ന അല്ലെങ്കിൽ ഇവരൊക്കെ ഉയർത്തിവിട്ടിരുന്ന ഈ പൊതുമണ്ഡലത്തിലേക്ക് വിട്ടിരുന്ന ആർഗ്യുമെൻറ്റുകളെല്ലാം കോടതികൾ വളരെ വ്യക്തമായിട്ട് പൊളിച്ചടുക്കി കയ്യിലേക്ക് കൊടുത്തിരുന്നു. ഇവർ പറഞ്ഞിരുന്ന ബലാത്സംഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അതിന് ശേഷം നടത്തിയിരിക്കുന്ന ക്രൂരമായ അതിക്രമണങ്ങളാണെങ്കിലും അതിനുശേഷം നടത്തിയിരിക്കുന്ന ഗർഭചിത്രങ്ങളാണെങ്കിലും ഇതിനകത്ത് രാഹുൽ മാക്കുട്ടത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ്
ഇവർ പൊതുമണ്ഡലത്തിലേക്ക് പറഞ്ഞിരുന്നത് എത്ര ഭീകരമായിട്ടായിരുന്നു. പക്ഷെ കോടതികളെല്ലാം അതിനെ ഒന്നൊന്നായിട്ട് പൊളിച്ചടുക്കി കയ്യിലേക്ക് കൊടുത്തിരിക്കുന്നു. കോടതി ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന ബലാത്സംഗം, കോടതി കൃത്യമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ അതിക്രമങ്ങൾ. അത് കാരണം ഈ മറ്റൊന്ന് കോടതി ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് എവിടെയാണ് ഗർഭചിത്രം. നിങ്ങൾ ബലപ്രയോഗത്തിലൂടെ രാഹുൽ മാക്കൂട്ടം ബലമായിട്ട് ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇതിനകത്ത് എവിടെയാണ്, അതാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. കാരണം കോടതി ഇത് വെറുതെ ചോദിക്കുകയല്ല ചെയ്യുന്നത്. കാരണം നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം പൊതുമണ്ഡലത്തിൽ നിങ്ങൾക്ക് മാത്രം ഇഷ്ടമുള്ള അല്ല നിങ്ങൾക്ക് മാത്രം ആവശ്യമുള്ള ചില കാര്യങ്ങൾ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്ത് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പൊതുമണ്ഡലത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തിയിരുന്ന ഒരു ആർഗ്യുമെൻ്റ് ആയിരുന്നു. പക്ഷേ അതല്ല കോടതിയിൽ സംഭവിച്ചത്. കോടതിയിൽ നിന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിക്കും ഒരു ട്രയലിന് സമാനമായിട്ടായിരുന്നു ഈ രണ്ട് കേസുകളെയും പ്രതിപാദിച്ചിരുന്നത്. അത് മൂന്നാം കേസിലാണെങ്കിലും അതെ, ഒന്നാം കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് ആ ഉത്തരവ് പരിശോധിക്കുമ്പോൾ ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കാരണം കോടതിയിൽ അന്ന് രാഹുൽ മാക്കൂട്ടം പറഞ്ഞിരുന്നു, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ഭാഗം തന്നെയാണ് കോടതിക്ക് അവിടെ തെളിയിച്ച് എടുക്കാനായിട്ട് സാധിച്ചു, കോടതിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിരിക്കുന്നത്. കാരണം ഈ പൊതുമണ്ഡലത്തിലേക്ക് നിങ്ങൾ വിട്ടിരിക്കുന്ന ഓരോ കഷ്ണങ്ങളല്ല കോടതിയിലുണ്ടായിരുന്നു. കോടതിയിൽ ഒരു സംഭവത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഭാഗങ്ങളും കോടതി വിശദമായിട്ട് പരിശോധിക്കാൻ കോടതിയുടെ മുമ്പിൽ ആ എവിഡൻസുകൾ ലഭ്യമായി വന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. മറ്റേ പൊതുമണ്ഡലത്തിൽ നിങ്ങൾ വിട്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ കോടതിയിൽ അങ്ങനെ ആയിരുന്നില്ല. കോടതിയിൽ വളരെ കൃത്യമായിട്ടും ഇതിൻ്റെ ഒന്നേന്ന് തുടങ്ങി ഈ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടും വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ചോദിച്ച ചോദ്യം ഈ മുന്നണി പോരാളികളായിട്ട് പൊതുമണ്ഡലത്തിലെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ, ഈ SSPക്ക് വേണ്ടിയിട്ട് പടച്ചുവിട്ടുകൊണ്ടിരുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മരംകൊത്തി ചാനലിലെ മൊട്ടയരുൺകുമാറും അവർക്ക് വേണ്ടി ഓശാന പാടുന്ന മറ്റു കുറച്ച് സ്ത്രീരത്നങ്ങൾ, അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താര, ടോജോ, അലക്സ്, അവർ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ സെൽ കോഓർഡിനേറ്ററൊക്കെ ആണെന്ന് പറയുന്നു. അവരൊക്കെ ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു കളി അത് തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന ബലാത്സംഗം, എവിടെയാണ് ഈ നിങ്ങൾ ഈ പറയുന്ന പോലുള്ള ക്രൂരമായ അതിക്രമം, എവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലുള്ള, അതായത് ഈ പ്രതി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്ന ആരോപണം ഇതിനകത്ത് എവിടെയാണ് എന്ന് കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നു. അതിന് നിങ്ങൾ ഓരോരുത്തർക്ക് മറുപടി പറയാൻ, പൊതുസമൂഹത്തിനോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അത് താര ടോജോ അലക്സ് ആണെങ്കിലും, സൗമ്യ സരീനാണെങ്കിലും, ഹണി ഭാസ്കരനാണെങ്കിലും, ലക്ഷ്മി പത്മയാണെങ്കിലും, MA ഷഹനാസ് ആണെങ്കിലും, റിന്നി ജോർജ് ആണെങ്കിലും ശരി, നിങ്ങളൊക്കെ ഇതിന് കൃത്യമായിട്ടും മറുപടി പറയാൻ ബാധ്യസ്ഥർ തന്നെയാണ്. അതാണ് കോടതി ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇനിയിപ്പോൾ അടുത്ത ഒരു പീഡന പരാതി, നിഴൽ പരാതി മെയിൽ വഴി വീണ്ടും വരുമെന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു കോക്കസ് ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇത്തരം നിഴൽ പരാതികളായാലും മതി എന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം ഇവിടെ ഭരണകൂട ഭീകരവർഗമാണ് ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് നിഴൽ പരാതികളാണെങ്കിലും മതി. പക്ഷേ ജനുവലായിട്ട് നിങ്ങളൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ജനുവലായിട്ട് നടന്നിരിക്കുന്ന എത്ര കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു കമാന്നൊരു അക്ഷരമെങ്കിലും വേണ്ടി കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമൻ്റെങ്കിലും എവിടെയെങ്കിലും രേഖപ്പെടുത്തിയതായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചെങ്കിലും തരാമോ? ഇതോടൊപ്പം തന്നെ നടന്നിരുന്ന ഒരു സംഭവമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ 2 പ്രാവശ്യം CPM MLAയും ഗുരുവായൂർ 2 പ്രാവശ്യം നിന്ന് മത്സരിച്ച് ജയിച്ച CPMൻ്റെ MLA ആയിരുന്ന PT കുഞ്ഞുമുഹമ്മദിനെതിരെ വന്നിരിക്കുന്ന പീഡന പരാതി, അതും പൊതുമണ്ഡലത്തിൽ ഏറ്റവും പ്രശസ്തയായിട്ട് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ആശ അച്ചി ജോസഫ് എന്ന സാമൂഹ്യ പ്രവർത്തക, അതുപോലെ തന്നെ ഹ്രസ്വചിത്രങ്ങളുടെ സംവിധായിക, 3 പതിറ്റാണ്ടുകളോളമായിട്ട് അവർ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ശരിക്കും പറഞ്ഞാൽ ഔദ്യോഗികമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ക്ഷണിച്ചു വരുത്തിയത്. കാരണം ഇവരും ഈ PT കുഞ്ഞുമുഹമ്മദും ഒക്കെ ഉൾപ്പെട്ട ചലച്ചിത്ര അക്കാദമി സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ് PT കുഞ്ഞുമുഹമ്മദ്.
ആ ചലച്ചിത്ര അക്കാദമി സെലക്ഷൻ കമ്മിറ്റിയിലെ ഒരു ജൂറി അംഗം കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർ ആശ ജി ജോസഫ് എന്ന് പറയുന്ന ആ സംവിധായിക. അവരുടെ മേൽ നടന്ന അതിക്രമങ്ങൾക്കെതിരെ അവർ പരാതി കൊടുത്തിട്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് 14 ദിവസം FIR പോലും ഇടാതെ പുറംലോകത്തെ ആരെ അറിയിക്കാതെ അവിടെ മൂടി വെച്ചിരുന്നു. അവർ മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞതിന് ശേഷമാണ് FIR എങ്കിലും ഇട്ടത്. അതിനുശേഷം FIR ഇട്ട് കുറ്റപത്രം സമർപ്പിച്ചെങ്കിൽ പോലും കൂടെ ഇപ്പോഴും ആ കേസ് പിൻവലിപ്പിക്കാനായിട്ടുള്ള പിൻവലി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് കൊണ്ടാണ് അവർ കഴിഞ്ഞ ദിവസം വീണ്ടും മുഖ്യധാര മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അവരുടെ ആ വേദനകൾ തുറന്നു പറയേണ്ടി വന്നത്. ഈ സാഹചര്യത്തിലൊന്നും ഈ പറയപ്പെട്ട താര ടോജോ അലക്സോ അല്ലെങ്കിൽ സൗമ്യ സരിനോ, ഇനി അതും അല്ലെങ്കിൽ ഹണി ഭാസ്കരനോ, അതും അല്ലെങ്കിൽ ലക്ഷ്മി പത്മയോ, അതും അല്ലെങ്കിൽ MA ഷഹനാസോ, അതും അല്ലെങ്കിൽ ഈ റിനി ജോർജോ, ഇവരാരും കമാന്നൊരക്ഷരം എവിടെയും പറഞ്ഞതായിട്ട് കേട്ടില്ല. എന്തുകൊണ്ട് ഈ നിങ്ങൾക്ക് ഈ ഒരു സന്ദർഭത്തിലൊന്നും ഈ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നിക്കുന്നില്ല? കാരണം ഇവരൊക്കെ സ്ത്രീകളല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു നിഴൽ പരാതികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിശക്തമായിട്ട് വാദിക്കാൻ സാധിക്കുന്നു. എന്നാൽ ജെനുവലായിട്ടുള്ള ഒറിജിനൽ പരാതിയുടെ കേരളത്തിൽ നിന്നുകൊണ്ട് നൽകിയ പരാതിക്കാരികൾ അവർ പൊതുമണ്ഡലത്തിൽ വന്ന് അവർക്ക് അവരുടെ വേദന അവർ ശബ്ദമുയർത്തി സംസാരിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കൊരു വരി പറയാനോ അല്ലെങ്കിൽ ഒരു വരി നിങ്ങൾക്ക് എഴുതാനോ സാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ത്രീ വിരുദ്ധപക്ഷം എന്ന് തന്നെയല്ലേ പൊതുസമൂഹം നോക്കിക്കാണുന്നത്. ഇനി മറ്റൊരു സംഭവം നിങ്ങൾക്കറിയാം. ഈ സംഭവം നടന്നിരിക്കുന്നത് പത്തനംതിട്ടയിലാണല്ലോ. ഈ പത്തനംതിട്ടയിൽ തന്നെ ഈ അടുത്തിടെ വലിയൊരു സംഭവം ഉണ്ടായത് ഇവിടെ കേരളം മൊത്തം ചർച്ച ചെയ്ത ഒരു കാര്യമാണല്ലോ. അതായത് ഒരു സ്പാ എന്ന് പറയുന്ന മസാജിങ് സെൻറ്ററിലെ ഒരു ജീവനക്കാരിനെ ഒരു പറ്റം ക്രൂരന്മാരായിട്ടുള്ള ആഭാസന്മാർ അതിമൃഗീയമായിട്ട് ബലാത്സംഗം ചെയ്തിരിക്കുന്ന ഒരു സംഭവം, അതിവിടെ നടന്ന സംഭവമല്ലേ. ആ സംഭവത്തെപ്പറ്റി അത് പിച്ച് ചീന്തുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തത്. മണിക്കൂറുകളോളം 4-5 കസ്മലന്മാരായിട്ടുള്ള പക്ക കൊടും ക്രിമിനലുകൾ വന്ന് ആ സ്പായിൽ കയറി ആ യുവതീനെ അവിടെ പിച്ച് ചീന്തിയ സംഭവം, അതും പകല് നടന്നിരിക്കുന്നത്. ഇത് വടക്കേന്ത്യയിലൊക്കെ പണ്ട് നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിപ്പോൾ പിണറായിസ്റ്റ് ഭരണത്തിൽ ഇതൊക്കെ ഇവിടെ കേരളത്തിൽ സർവ്വസാധാരണ സംഭവമായിരിക്കുന്നു. ഈ സംഭവത്തിനൊക്കെ എതിരെ എന്തുകൊണ്ട് ഈ റിനി ജോർജൊന്നും ഒരു രംഗത്തോരൊന്നും വന്നൊരു വാചകം പറയുന്നില്ല? ഇതൊക്കെ ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്. ഇതൊക്കെ പണ്ടുകാലത്ത് വടക്കേന്ത്യയിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന കേട്ട ചരിത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പം നമ്മുടെ ഈ കേരള സമൂഹത്തിൽ ഇതിപ്പം സർവ്വസാധാരണ സംഭവമാണ്. ആ സഹോദരിക്കുണ്ടായ വേദന അല്ലെങ്കിൽ ആ സഹോദരി അനുഭവിച്ച തിക്താനുഭവം, അതിന് ആ സഹോദരിയോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും കൂടെ ഈ റിനി ജോർജിനോ, ഈ MA ഷഹനാസിനോ, ഈ ലക്ഷ്മി പത്മയ്ക്കോ, ഈ ഹണി ഭാസ്കരനോ, സൗമ്യ സരിനോ, ഈ താര ടോജോ അലക്സിനോ ഇടാനായിട്ട് സാധിച്ചില്ല. എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? ഇതിലൊക്കെയല്ലേ നിങ്ങളുടെ സ്ത്രീപക്ഷം ശരിക്കും ജനുവലാണെങ്കിൽ ഉണ്ടാവേണ്ടത് ഇത്തരം കാര്യങ്ങളിലല്ലേ. ഈ രാഹുൽ മാക്കുട്ട എന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയൊരു കോക്കസിൻ്റെ ഭാഗമാണ് നിങ്ങൾ എന്ന് പൊതുസമൂഹം നിങ്ങളെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അതല്ലേ അതിൻ്റെ സത്യം. അതല്ല എങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രതികരിച്ച് കാണുന്നില്ലല്ലോ. പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുകയും എന്നാൽ കാര്യമായി പ്രതികരിക്കേണ്ട വിഷയങ്ങളല്ലാത്തതിൽ നിങ്ങൾ അതിഭയാനകമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ അഗ്രസീവായ രീതിയിൽ നിങ്ങൾ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രതികരണത്തിൻ്റെ സംശുദ്ധി ഇവിടെ പൊതുസമൂഹം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. എത്രയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെല്ലാം രീതിയിൽ ആ മനുഷ്യനെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നീതിബോധമുള്ള പൊതുസമൂഹം ആ മനുഷ്യനോടൊപ്പമാണ്. കാരണം ഇത്തരം വിഷയങ്ങൾ, ഈ ചീഞ്ഞളിഞ്ഞ ഇത്തരം വിഷയങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സാറിനെ ഒരു സരിത എന്ന ഒരു സ്ത്രീയെ ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു യഥാർത്ഥ സത്യം പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം ഇനി ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഈ സ്ത്രീകളെ ഇറക്കിയുള്ള ഈ പടയണി പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.